ഹലോ ഫ്രണ്ട്സ്, ഒരു പൂജ നടത്തി ഈ മാല രാജുവിനെ കൊണ്ട് തന്നെ ഋതികയുടെ കഴുത്തിൽ ഇടിയിക്കണം. അംബിക ഇങ്ങനെ പ്രതാപനോട് പറയുകയാണ്, എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ തന്നെ നടത്തണ്ടേ? ഈ കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും തീരുമാനമെടുത്താൽ അതെന്തായിരിക്കുമെന്ന് ചേച്ചിക്ക് അറിയാവല്ലോ. ചേച്ചി ആലോചിച്ചെടുത്ത ഒരു തീരുമാനമായതുകൊണ്ടും ഞാൻ എതിര് പറഞ്ഞാൽ ചേച്ചിക്ക് അത് വിഷമമാവുമെന്നും അറിയാവുന്നത് കൊണ്ട് മാത്രം ചേച്ചി എന്താണ് ചെയ്യേണ്ടതെന്ന് വിചാരിച്ച ചെയ്തോ. പൂജാരി എത്തുമ്പോൾ പ്രതാപ നീയും ഇവിടെ വേണം. അത് വേണോ ചേച്ചി? ആ വേണം, നിന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും വേണം പ്രതാപ. രാജു ഓടുന്നുകൊണ്ട് ഇത് കേൾക്കുവാണ്. ഋതിക മേഡത്തിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിട്ടില്ലെന്ന് തെളിയിക്കാനുള്ള അംബിക മേഡത്തിന്റെ അടവാണല്ലോ ഇത് എന്ന് രാജു ഓടുന്നുണ്ടങ്ങോട്ട് ചിന്തിക്കുവാണ്. ദൈവമേ, വർമ്മ സാറിന്റെ മുന്നിൽ വെച്ച് ഞാൻ ഋതിക മേഡത്തിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നാൽ പിന്നെ ഋതിക മേഡത്തിന്റെ ഭാവി എന്താവും? എങ്ങനെയെങ്കിലും ഈ ചടങ്ങ് മുടക്കണം. അംബിക മേഡം വരുമെന്ന് പറഞ്ഞ തിരുമേനി രാമകൃഷ്ണൻ തിരുമേനി ആകാനാണ് സാധ്യത. ഇനി ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കാം, എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കണം. രാജു ഉടനെ രാമകൃഷ്ണൻ തിരുമേനിയെ വിളിച്ചിട്ട് പറയുന്നത്, തിരുമേനി ഞാൻ വർമ്മസാറിന്റെ വീട്ടിൽ നിന്ന് രാജുവാണ്. ആ രാജു, നീ തക്ക സമയത്താണ് വിളിച്ചത്, ഞാൻ അങ്ങോട്ട് പുറപ്പെടുകയാണ്. അയ്യോ തിരുമേനി, ഞാൻ പറയാമെന്നോ ഒന്ന് കേൾക്കണേ, തിരുമേനി ഇങ്ങോട്ട് വരരുത്, ഈ പൂജ ഒന്ന് മുടക്കണം. അയ്യോ അതെന്താ രാജു അങ്ങനെ പറയുന്നത്? ഇതിനെക്കുറിച്ച് കുറച്ച് മുഖ്യമായ കാര്യങ്ങൾ എനിക്ക് തിരുമേനിയോട് പറയാനുണ്ട്, അത് ഞാൻ വന്നിട്ട് തിരുമേനിയോട് പറയാം. ഇങ്ങനെ പറയുന്ന ഋതിക അവിടെ നിന്നുകൊണ്ട് ഒളിഞ്ഞ് കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് പിന്നീടാണേ കാണിക്കുന്നത്. തിരുമേനി അത്രയ്ക്ക് മുഖ്യമായ ഒരു കാര്യമായതുകൊണ്ടാണ് താൻ എന്നെ ആശയക്കുഴപ്പത്തിലാക്കിയല്ലോ. അത്രയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ശരി, എന്നാലാകട്ടെ. രാജു അങ്ങനെ പറയുന്ന കേട്ട് എന്നാൽ ശരി എന്നും പറഞ്ഞ് രാമകൃഷ്ണൻ തിരുമേനി പറയുന്നുണ്ട്. രാജു വിചാരിച്ചത് രാമകൃഷ്ണൻ തിരുമേനി വരില്ലെന്നാണ്. നന്ദിയുണ്ട് തിരുമേനി, ഇന്ന് വൈകുന്നേരം തന്നെ ഞാൻ വന്ന് തിരുമേനിയെ കണ്ടോളാം എന്നൊക്കെ ഇങ്ങനെ രാജു പറഞ്ഞ് വിശ്വസിച്ചിരിക്കുവാണ്. തിരുമേനി വരില്ലെന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഋതിക അങ്ങോട്ട് നല്ലതുപോലെ അണിഞ്ഞൊരുങ്ങി അങ്ങോട്ട് വരികയാണ്. രാജു ചോദിക്കുന്നുണ്ട്, എന്താ ഇത്ര വലിയ മേക്കപ്പൊക്കെ? അതെ, ഇവിടുന്ന് എന്തോ പൂജ നടക്കുന്നുണ്ട്, നല്ലതുപോലെ ഒരുങ്ങാനൊക്കെ അമ്മായി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുങ്ങിയത്. എന്തിൻ്റെ പൂജയാ, എന്തിന് പൂജ നടത്തുന്നതാന്ന് വല്ല ഋതിക മേഡത്തിന് അറിയാവോ? അറിയത്തില്ല രാജു. എന്നെക്കൊണ്ട് വീണ്ടും ഋതിക മേഡത്തിൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ, അതും വർമ്മ സാറിൻ്റെ മുന്നിൽ വെച്ച്. അയ്യോ, അത് കുഴപ്പമാകില്ലേ രാജു? അങ്ങനെ രാജു എൻ്റെ കഴുത്തിൽ താലി കെട്ടിയാൽ ശരിക്കും ഞാൻ രാജുവിൻ്റെ ഭാര്യയാകത്തില്ലേ? ഋതിയെ ഇങ്ങനെ അഭിനയിക്കുവാണ് കേട്ടോ. അങ്ങനെ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കുമെന്ന് മേഡത്തിന് തോന്നുന്നുണ്ടോ? മേഡമേ പേടിക്കണ്ട, ആ ചടങ്ങ് നടക്കത്തില്ല. അയ്യോ, എനിക്ക് സമാധാനമായി. ചടങ്ങ് നടക്കത്തില്ലല്ലോ, ഉറപ്പാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഋതിക രാജുവിനോട് ചോദിക്കുക. എങ്കിൽ രാജു ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞ് രാജുവിൻ്റെ കൈക്ക് കയറി പിടിച്ചിട്ട്, അമ്മായിയുടെ പ്ലാൻ ഒന്നും നടക്കാതെ അമ്മായി ചമ്മി നിൽക്കുന്നത് നമുക്കൊന്ന് കാണാം എന്നും പറഞ്ഞങ്ങോട്ട് നടന്നു ചെല്ലുകയാണ്. അംബികയും മകൻ ദീപക്കൂടി ഇങ്ങനെ മനപ്പായസം കുടിക്കുക. അവരുടെ നുണയുടെ ആയുസ് ഇപ്പൊ തീരുവില്ലേ അമ്മേ? പിന്നല്ലേ, ഇന്ന് ഈ വീട്ടിലെ ഒരു കൊട്ടിക്കലാശം നടക്കും. അതിനുശേഷം എന്തും സംഭവിക്കാം. ചിലപ്പോൾ ഇന്ന് തന്നെ ഋതിക നിന്റെ കൈവെള്ളയിൽ വരും മോനെ. ഇന്നലെ അമ്മ പറഞ്ഞപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു, എന്നാൽ ഇപ്പം ഞാൻ നല്ല കോൺഫിഡൻറ്റാ. അമ്മയുടെ ബുദ്ധിയെ ഒരു അപാരമാ. അമ്മ രാഷ്ട്രീയത്തിലോട്ടൊന്നും ഇറങ്ങാമെങ്കിലുണ്ടല്ലോ, കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ അമ്മ ഈ രാജ്യം ഭരിക്കും. അങ്ങനെ ശേഖരനും യാമിനിയും അംബികയും ദീപക്കും എല്ലാം അവിടെ നിരന്നു നിൽക്കുവാണ്. അങ്ങോട്ടാണ് ഋതിക ഇങ്ങനെ രാജുവിൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് നടന്ന് ചിരിച്ചുകൊണ്ട് വരുന്നത്. എന്നാലേ രണ്ടുപേരും ഇങ്ങോട്ടൊന്ന് വന്നേ, ഇങ്ങോട്ട് കയറി നിൽക്ക്, പൂജയ്ക്കുള്ള സമയമായി എന്ന് അംബിക പറയുക. അല്ല, പൂജാരി ഇതുവരെ എത്തിയില്ലല്ലോ, അയാൾ വരാമെന്ന് പറഞ്ഞ സമയമായല്ലോ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അംബിക വിളിക്കുമ്പോൾ പൂജാരിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അയ്യോ, സ്വിച്ച് ഓഫ് ആണല്ലോ. എന്നാൽ ദീപക്കെ നീ ഒന്ന് പോയി വിളിച്ചേ. രാജു ഇങ്ങനെ എല്ലാ പണിയും ഒപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ, ഞാൻ പോയി നോക്കാം മേഡം. ദീപക്ക് വേണ്ട, ഞാൻ തന്നെ പോയി നോക്കിക്കോളാം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തിരുമേനി അങ്ങനെ ചിരിച്ചുകൊണ്ട് കയറി വരുവാണ്. രാജു അങ്ങ് പകച്ചു പോയി. ദൈവമേ, ഇത് എന്തു പോയി കാണുന്നത്? ഈ തിരുമേനി വരുത്തില്ലെന്ന് എന്നോട് പറഞ്ഞതാണല്ലോ. ഋതിക ഇങ്ങനെ രാജുവിനെ നോക്കി ഒന്നും അറിയാത്ത പോലെ പുഞ്ചിരിക്കുവാണ്. എന്നുവെച്ചാൽ ഈ പണി ഒപ്പിച്ചു വെച്ച ഋതികയാണല്ലോ. രാജു രാമകൃഷ്ണൻ തിരുമേനിക്ക് ഫോൺ ചെയ്യുന്നതെല്ലാം ഋതിക അവിടെ നിന്ന് മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. രാജു അങ്ങോട്ട് ഫോൺ വെച്ച് പോയതിനു ശേഷം പെട്ടെന്ന് ഋതിക അങ്ങോട്ട് ഫോൺ ചെയ്ത് പറയാണ്, ഞാൻ ഋതിക വർമ്മയാണ്, കുറച്ച് മുമ്പ് ഫോൺ ചെയ്തത് ദീപക്കാണ്, ഈ പൂജ മുടക്കാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്ത്, തിരുമേനി തീർച്ചയായിട്ടും വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് തിരുമേനി വന്നിരിക്കുന്നത്. അങ്ങനെ അവിടെ പൂജകളൊക്കെ തകർത്തങ്ങോട്ട് നടക്കുകയാണ്. ഋതികയുടെ കഴുത്തിൽ കിടന്ന മഞ്ഞച്ചെരടിലെ താലി യാമിനിയും എല്ലാവരോടും അഴിച്ചു മാറ്റുന്നുണ്ട്. അത് സ്വർണ്ണ ചെയിനിലോട്ടാക്കാൻ വേണ്ടിയാണ്. പ്രതാപൻ ഇങ്ങനെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണെങ്കിലും ചടങ്ങിന് നിന്നല്ല പറ്റത്തുള്ളൂ. അങ്ങനെ പ്രതാപൻ ഇങ്ങനെ ഒരു നോക്കൂത്തിയെ പോലെ അവിടെ നിൽക്കുവാണ്. രാജുവാണെങ്കിൽ രണ്ടും കെട്ട രീതിക്ക് ഇങ്ങനെ പതറി നിൽക്കുക. എന്ത് ചെയ്യണോ, ഇവിടെ നോടണോ, എന്തെങ്കിലും വിളിച്ച് പറയണോ,
ഒന്നും പറയാൻ വയ്യാതെ രാജു നിന്ന് ഉരുകുവാണ്. ഇത്രയും നാൾ മൂടി വെച്ചിരുന്ന കള്ളമല്ല ഇപ്പൊ പൊട്ടുവെന്നും പറഞ്ഞ് അംബികയും മോനും ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. അങ്ങനെ തിരുമേനി ആ താലിമാല പൂജിച്ചിട്ട് രാജുവിൻ്റെ കയ്യിലോട്ട് നീട്ടുവാണ്. രാജു ഇങ്ങനെ വിറച്ചോണ്ട് നിൽക്കുവാണ് വാങ്ങിക്കാതെ. രാജു വാങ്ങിക്ക് എന്ന് അംബികയും അവിടെ നിൽക്കുന്നവരെല്ലാം കൂടെ പറയുവാണ്. ഋതിക മേഡത്തിനെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ലെന്ന് ഇപ്പം തുറന്നു പറഞ്ഞില്ലെങ്കിൽ പിന്നെ തിരുത്താൻ വയ്യാത്ത ഒരു തെറ്റാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. രാജു ആ താലിമാല വാങ്ങി വെച്ചോട്ട് ഋതികയുടെ നേരെ ഇങ്ങനെ നോക്കുവാണ്. അവ അംബികയും യാമിനിയും ഋതിക ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന് നിർത്തുവാണ്. രാജു അങ്ങനെ ആ താലിമാല ഋതികയുടെ മുഖത്തിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇടാൻ പറ്റാതെ ഇങ്ങനെ നിന്ന് വിഷമിക്കുവാണ്. എല്ലാവരും നോക്കുമോ ഇവൻ എന്തുവായി കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. എന്താ രാജു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ അംബികയുടെ വക ചോദ്യം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ രാജു പറയൂ. എനിക്ക് പറയാനുള്ളത് വർമ്മ സാറിനോടാ. വർമ്മയ്ക്ക് ദേഷ്യം കൊണ്ട് നിൽക്കുക. എന്നോടെന്തോ സംസാരിക്കാനാ? നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ചേച്ചി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. വർമ്മ സാറെ, ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാജു ഇങ്ങനെ വിറയ്ക്കുവാണ്, വിറച്ചോണ്ടാ പറയുന്നത്. വർമ്മ സാർ അത് കേൾക്കാനുള്ള ഒരു വലിയ മനസ്സ് കാണിക്കണം. വർമ്മ സാറിന് അത് കേൾക്കാൻ വലിയ മനസ്സൊന്നും ഇപ്പൊ ഇല്ല. ചേച്ചി, ഇവിടെ നടക്കാനുള്ള ചടങ്ങ് എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്നിങ്ങനെ വർമ്മ ദേഷ്യത്തിൽ പറയുക. ഞാൻ പുറത്തുണ്ടാവും എന്നും പറഞ്ഞ് പ്രതാപൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അംബിക, പ്രതാപ നീ പോകരുത്, അവൻ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ പറയട്ടെ. നീ ഏതായാലും അവനൊരു അവസരം കൊടുക്ക്. നമുക്ക് പ്രയോജനമുള്ള വല്ലതും ആണെങ്കിലോ. ശരി, എന്താണെന്ന് വെച്ചാൽ പറയൂ വേഗം. ഇപ്പൊ പറയും പറഞ്ഞ അംബികയും ദീപക്കും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. വർമ്മ സാറേ അതൊന്നും പറഞ്ഞ് രാജു ഇങ്ങനെ വിറയ്ക്കുക, മുഖമൊക്കെ അങ്ങോട്ട് തുടച്ചിട്ട് വിറയ്ക്കുവെന്നുണ്ട്. ഋതികയാന്നെ മനസ്സുകൊണ്ട് രാജു പ്ലീസ് പറയല്ലേ, രാജു പ്ലീസ് പറയല്ലേ എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. വർമ്മ സാറിനോട് ഞാൻ പറയാൻ വരുന്ന കാര്യം സാറ് ക്ഷമയോടെ കേൾക്കണം എന്നൊക്കെ ഇങ്ങനെ വിറച്ചോണ്ട് പറയുമ്പോൾ തിരുമേനി പറയുക, മുഹൂർത്തം കഴിയാറാവുന്നു, പെട്ടെന്നാകട്ടെ. നീ എന്താ വർമ്മ സാറെ, ഞാൻ ഋതിക മേഡത്തിന് നീ എന്താ നിന്നെന്നെ പരിഹസിക്കുവാണ്, കെട്ടുന്നെങ്കിൽ പോയി താലി കെട്ടറ എന്നും പറഞ്ഞ് വർമ്മ രാജുവിനെ ഒരു തള്ളു. രാജു ആ തള്ളുകൊണ്ട് ആ താലിമാലയും കൊണ്ടുപോയി നേരെ ഋതികയുടെ കഴുത്തിലോട്ടാണ് അങ്ങ് വീഴുന്നത്. അങ്ങനെ രാജു അറിയാതെയാണെങ്കിലും പ്രതാപന്റെ തള്ളുകൊണ്ട് രാജുവിന്റെ കയ്യിലിരുന്ന താലിമാല ഋതികയുടെ കഴുത്തിൽ അങ്ങ് വീണു. അംബികയും മോനും അണ്ടികളഞ്ഞെണ്ണാനെ പോലെ ഇങ്ങനെ നിൽക്കുക. യാമിനിക്കും ശേഖരനും ഭയങ്കര സന്തോഷം. ഋതികയാന്നെ മനസ്സുകൊണ്ടങ്ങ് പൂത്തിരി കത്തിക്കുവാണ്, പക്ഷെ പുറത്ത് കാണിക്കുന്നില്ല കേട്ടോ. രാജു ഇങ്ങനെ അമ്പരന്ന് നാലുപാടും ഇങ്ങനെ വിറച്ചോണ്ട് നോക്കുവാണ്. അപ്പൊ പ്രതാപൻ ചോദിക്കും, എന്താ നിനക്ക് എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞു, പറയടാ. ഇപ്പോ അതൊന്നും എനിക്ക് പറയാനില്ല. എന്താടാ നിനക്കിനിയിപ്പോ ഒന്നും പറയാനില്ലേ? പറയാൻ ഇനി ഒന്നുമില്ല. ഇവന്റെ തലയ്ക്ക് പ്രാന്താന്നാ തോന്നേൻ പറഞ്ഞ് പ്രതാപൻ അങ്ങ് പോവുകയാണ്. ഈ സമയത്ത് ഒരു അത്ഭുതമായ സംഭവം എന്താന്ന് വെച്ചാൽ ഋതികയുടെ കല്യാണം നടക്കുന്നതെല്ലാം പത്മാവതി അമ്മ, അതായത് ഋതികയുടെ അമ്മ സ്വപ്നത്തിൽ കാണുവാണ്. കണ്ടിട്ട് അവരങ്ങ് ഞെട്ടി എണീക്കുവാണ്. അവർ ഇതുവരെ അബോധാവസ്ഥയിലായിരുന്നു. പെട്ടെന്ന് ഞാൻ എവിടാ ഇത് ഒന്നും മനസ്സിലാകുന്നില്ല. അവർക്ക് തലയിലൊരു കെട്ടുമൊക്കെ കെട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് അവിടെ സെർവൻ്റ് ഓടി വരുന്നു. അയ്യോ പത്മാവതി മേഡം അവിടെ കിടക്ക്, മേഡത്തിന് ബോധം തെളിഞ്ഞല്ലോ. അയ്യോ ഞാൻ എവിടാ, എനിക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഒരു കാർ ആക്സിഡൻറ്റിലാണ് ഇങ്ങനെ പറ്റിയതെന്നും ഞാനാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ മേഡത്തിനോടൊപ്പം ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ പറയുവാണ്. അയ്യോ എൻ്റെ മോളെവിടാ, എൻ്റെ മോളെക്കുറിച്ച് വല്ലതും അറിഞ്ഞോ? എനിക്കൊന്നും അറിയാൻ കഴിയില്ല മേഡം. മേഡത്തിനെ നോക്കി ഇവിടെ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഋതിക കുഞ്ഞിനെക്കുറിച്ച് എനിക്ക് ഒന്നും തിരക്കാൻ പറ്റിയില്ല എന്നിങ്ങനെ വേലക്കാരി പറയുന്നുണ്ട്. ദീപക്കും അമ്മയും കൂടെ അങ്ങോട്ട് വഴക്കിടുവാണ്. ദീപക് അമ്മയോട് പറയുന്ന അമ്മയുടെ ഒരു പ്ലാന്, രാജുവും ഋതികയും കൂടെ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് തെളിയിക്കാൻ നോക്കിയിട്ട് ലാസ്റ്റ് എന്താ അമ്മാവൻ്റെ മുന്നിൽ വെച്ച് അമ്മ അവരുടെ കല്യാണം നടത്തി കൊടുത്തു. ഇനി നമ്മളെന്ത് ചെയ്യാൻ, എല്ലാം കൈവിട്ട് പോയില്ലേ. അമ്മയുടെ ബുദ്ധിയൊന്നും ഇനി ഈ കാര്യത്തിലൊന്നും വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മ ഇനി എനിക്കൊരവസരം എന്താ, ബോംബെയിലെ എന്തിനും പോകുന്ന എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവരെ കൊണ്ട് ഇരു ചെവി അറിയാതെ അവർ രാജുവിനെ തീർത്തോളും. അമ്മയൊന്ന് സമ്മതം മൂളിയാൽ മതി, പിന്നെ ഋതികയെ സംരക്ഷിക്കാൻ അവനുണ്ടാവില്ല. അങ്ങനെ കല്യാണ ചടങ്ങൊക്കെ കഴിഞ്ഞു. രാജുവും ഋതികയും തിരിച്ച് രാജുവിൻ്റെ വീട്ടിലോട്ട് പോകാൻ ഒരുങ്ങി വരികയാണ്. യാമിനിയും ശേഖരും അവരെ വളരെ സന്തോഷത്തോടെ സ്നേഹിക്കുന്നുണ്ട്. യാമിനി പറയുന്നുണ്ട്, ഈ കുട്ടികൾ എങ്ങും ഒന്നും കറങ്ങാൻ പോയിട്ടില്ലല്ലോ, അവർക്ക് നമുക്കൊരു ഹണിമൂൺ ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്ത് കൊടുക്കണം. ശേഖരനും പറയുന്നു, ശരിയാണ്, അതിനുവേണ്ടിയ സ്ഥലങ്ങൾ ഞാൻ സെലക്ട് ചെയ്യാം, അത് ഞാൻ തന്നെ റെഡിയാക്കാമെന്നൊക്കെ പറയുമ്പോൾ രാജു പറയും, അയ്യോ അതൊന്നും ഇപ്പോൾ വേണ്ട. അതെന്താ ഋതിക മേഡത്തിനെ ഞാൻ വിവാഹം കഴിച്ചപ്പോഴാണ് എൻ്റെ സഹോദരിയുടെ കല്യാണം മുടങ്ങിപ്പോയത്. അവൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ പോകുന്നത് ശരിയല്ല. അപ്പോൾ അവർ പറയുന്നുണ്ട്, ശരിയാണ് രാജു പറയുന്നത്, ശരി അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ ഋതികയും രാജുവും തിരിച്ച് രാജുവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.